കുറച്ചു ദിവസം മുമ്പ് ഹണി റോസ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ, അതായത് ഞാനൊരു യുദ്ധത്തിന് ഇറങ്ങിയാണ്, നിയമ സംവിധാനത്തിന്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, പണക്കൊഴുപ്പ് ബോബി ചെമ്മണ്ണൂരും കാണിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ആ ഒരു സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹണി റോസ് മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല. സപ്പോർട്ട് ചെയ്ത ആളുകൾ പോലും കൈയൊഴിയുന്ന ഒരവസ്ഥ. ബോച്ചെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഹണി റോസിന് ഉപദേശങ്ങൾ നൽകിയ പ്രമുഖരായ വ്യക്തികൾ പോലും ഹണി റോസിനെ കൈയൊഴിയുന്നു. ഹണി റോസുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംസാരിച്ചു എന്ന് അദ്ദേഹം തന്നെ വീഡിയോയിൽ പറയുന്നു. ആ വ്യക്തിയടക്കം ഹണി റോസിനെ കൈയൊഴിയുന്നു. ഹണി റോസിന് സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമാ പ്രൊഡ്യൂസർ വലിയ രീതിയിൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ സിനിമ ഇറങ്ങുമ്പോൾ 10 കോടിയിലധികം ചിലവിട്ട് എടുക്കുന്ന ഒരു സിനിമ. ഈ സിനിമ ഇറങ്ങുമ്പോൾ അത്ര വലിയ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ഹണി റോസ് ആയതുകൊണ്ട് ഒരു ഹൈപ്പ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ സിനിമ ഇപ്പോൾ ഇറക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. ഒരുപക്ഷെ ആ നിർമ്മാതാവ് ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലുമായേക്കാം. കാരണം ഇത്രയും അധികം പൈസ മുടക്കി എടുത്തൊരു സിനിമയാണ്. സിനിമയും അനിശ്ചിതത്വത്തിലാണ്. എന്തിനേറെ പറയുന്നു, വരും ദിവസങ്ങളിൽ ഹണി റോസ് എവിടെയെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടോ എന്തെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതായിട്ടോ അറിയാൻ കഴിയുന്നില്ല. അതും ഏറെക്കുറെ നിലച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിപ്പെട്ടതും പോലീസ് അറസ്റ്റ് ചെയ്തതിനോടൊന്നും കടുത്ത ബോച്ച ആരാധകർക്കോലും എതിർപ്പില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മാപ്രയുടെ എല്ലാ കള്ളങ്ങളും, മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ എംബോക്കിയുടെ എല്ലാ കള്ളങ്ങളും തെളിവടക്കം ഈ വീഡിയോയിലൂടെ ഞാൻ പൊളിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക. ഏറ്റവും ആദ്യം ഞാൻ പോകുന്നത്, അതായത് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത ദിവസം ന്യൂസ് 18 കേരള എന്ന് പറയുന്ന ചാനലിൽ, പ്രമുഖ ചാനലിൽ വന്ന ഒരു പോളാണ്. ഈ പോളിൽ അവർ ചോദിച്ചിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് മാതൃകയോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് പ്രേക്ഷകർ നൽകിയ മറുപടി 56% ആളുകൾ ഹണി റോസിനോടൊപ്പമായിരുന്നു. 56%. അതായത് ഹണി റോസിന്റെ പരാതിയിൽ ബോബിയെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് 56% ആളുകൾ ഹണി റോസിനോടൊപ്പം നിന്ന് 90K വോട്ട് രേഖപ്പെടുത്തിയ ആ ഒരു പോളിൽ 56% കൂടുതൽ വോട്ട് നേടി ഹണി റോസിനോടൊപ്പമാണ് ജനങ്ങളെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിധിയെഴുതി. എന്നാൽ അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡിലോട്ട് കൊണ്ടുപോകുന്നു. ബോബി ചെമ്മണ്ണൂർ ജാമ്യം അനുവദിക്കാത്തൊരവസ്ഥ വരുന്നു. സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ചു, ഈ രീതിയിൽ വെർബൽ അബ്യൂസ് നടത്തുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണോ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്? അതിന് മാത്രം കുറ്റകൃത്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടുണ്ടോ എന്ന് ജനങ്ങളുടെ ഉള്ളിൽ ചോദ്യം ഉണ്ടാകുന്നു. അവിടെയും ന്യൂസ് 18 കേരള ഒരു ചോദ്യം ഉന്നയിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ അർഹിക്കുന്ന നടപടിയോ, ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ അർഹിക്കുന്ന നടപടിയോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഏതാണ്ട് 1.5 ലക്ഷം ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ റിസൾട്ടിൽ ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ആളുകളുടെ ആ ഒരു ചിന്താഗതിയിൽ മാറ്റമുണ്ടാകുന്നു. അവിടെ നോ എന്നാണ് 53% ആളുകൾ പറയുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ അറിയിക്കുന്ന നടപടിയോ എന്ന് ചോദിച്ചപ്പോൾ നോ എന്നാണ് 53% ആളുകൾ പറഞ്ഞിരിക്കുന്നത്. 37% ഹണി റോസിന്റെ ഒരു സപ്പോർട്ട് കുറയുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ശേഷം പിന്നീട് മാപ്രകൾ വലിയ രീതിയിൽ സജീവമാകുന്നു. ബോബി ചെമ്മണ്ണൂരിനെ എടുത്ത് അലക്കി ഉടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൂടി കണ്ടപ്പോൾ തീർച്ചയായും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നു ഈ ഗൂഢാലോചനയിൽ മാപ്രകൾ അടക്കം പങ്കുചേരുന്നുവെന്ന് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്നു. 1 ലക്ഷം ആളുകൾ വോട്ട് ചെയ്ത മറ്റൊരു പോൾ ന്യൂസ് കേരളം ഇടുന്നു. ഹണി റോസിന്റെ ആരോപണങ്ങൾക്ക് ജനപിന്തുണയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു പോളിന്റെ റിസൾട്ട് 65% നോ എന്നാണ് പറയുന്നത്. 65% ആളുകൾ, അതായത് ആദ്യ ദിവസം ഹണി റോസ് പരാതി കൊടുത്ത ദിവസം 56% സപ്പോർട്ട് ചെയ്ത അതേ ആളുകൾ തന്നെ 65% ഹണി റോസിന്റെ ആരോപണങ്ങൾക്ക് ജനപിന്തുണ ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. അതിനുശേഷം പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് സകല ആളുകളും ബോബി ചെമ്മണ്ണൂരിനെതിരെ, സോഷ്യൽ മീഡിയയിലുള്ള സകല ആളുകളും എന്റെ ടീം തന്നെ, മാപ്രകളല്ലാതെ യൂട്യൂബേഴ്സ് അടക്കമുള്ള ആളുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ ഒരു സന്ദർഭത്തിലാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ബോബിയെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നില്ല. ബോബിയുടെ സ്റ്റേറ്റ്മെന്റിനെ അദ്ദേഹം എതിർക്കുന്നു. ഞാനും അതുപോലെ തന്നെയാണ് ബോബിയുടെ സ്റ്റേറ്റ്മെന്റിനെ എതിർക്കുന്നു. തീർച്ചയായും അദ്ദേഹം ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ്. അർഹിച്ചൊരു പണിഷ്മെന്റിന് അദ്ദേഹം അർഹനാണ്. പക്ഷേ അത് അർഹിച്ച പണിഷ്മെന്റ് ആയിരിക്കണം. അവിടെ രാഹുൽ ഈശ്വറിന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാകുന്നു. രാഹുൽ ഈശ്വർ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് 1000 മാപ്രകൾക്ക് ഒരു രാഹുൽ ഈശ്വർ, 1000 കാടയ്ക്ക് ഒരു കോടി എന്ന് പറയുന്ന കണക്ക് 1000 കേരളത്തിലെ മാപ്രകൾ ഞെളിഞ്ഞു എന്ന് വാദിച്ചാലും അവരെയൊക്കെ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു വ്യക്തി രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറിന്റെ പല അഭിപ്രായങ്ങളോടും പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ രാഹുൽ വളരെ നിഷ്പക്ഷമായി നിന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് രാഹുലിനെ ജനങ്ങൾ നെഞ്ചിലേറ്റിയത്. രാഹുൽ ഇവിടെ പറഞ്ഞു വെച്ചത്, ഹണി പറയുന്നു ഹണിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് വരുന്നുവെന്ന് കേസ് കൊടുത്തപ്പോൾ രാഹുൽ ഉന്നയിച്ച ചോദ്യം, അതിനൊരു പ്രധാന കാരണം ഹണി റോസിന്റെ വസ്ത്രധാരണമല്ലേ? സഭ്യമായ വസ്ത്രധാരണം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൂടെ? മഞ്ജു വാര്യരെ പോലെയുള്ള ആളുകൾക്ക് ഈ ഒരു അറ്റാക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് നമ്മുടെ മാപ്രകൾ അടക്കമുള്ള ഈ പറഞ്ഞ യൂട്യൂബ് അടക്കമുള്ള ആളുകൾ വളച്ചൊടിച്ചു. യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ബുക്ക് സ്റ്റഡി ചെയ്ത് ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റഡി ചെയ്ത് മാത്രം വീഡിയോ ചെയ്യുന്ന ഈ വിദ്വാന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവനൊക്കെ ഈ രാഹുൽ ഈശ്വറിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യതയുണ്ടോ?
രാഹുലിന്റെ അത്ര അറിവും പാണ്ഡിത്യവും ഇത്രയും അധികം ബുക്ക് റെഫർ ചെയ്ത് സംസാരിക്കാൻ ശേഷിയുള്ള ഏതൊരു വ്യക്തിയും സംസാരിച്ച് ഈവൻ നെഗറ്റീവ് വിഷയമാണെങ്കിൽ കൂടി, ഏറ്റവും നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ കൂടി അതിൽ വാദിച്ച് ജയിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു വ്യക്തി ഇന്ന് രാഹുൽ മാത്രമാണ് കേരളത്തിലുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും അധികം കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഏതൊരു വിഷയത്തിലും ഏത് പ്രഗത്ഭനം വന്നാലും രാഹുൽ ഈശ്വർ, ഈവൻ GS പ്രദീപ് പോലും രാഹുൽ ഈശ്വറിന് മുമ്പിൽ പരാജയപ്പെടുക എന്നുള്ളതാണ്. ആ രാഹുൽ ഈശ്വർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അതിനെതിരെ മാപ്രകൾ നിലകൊണ്ട്. മാപ്രകളുടെ ചോദ്യം ഇതായിരുന്നു: വസ്ത്രധാരണത്തിന്റെ അതിർവരമ്പുകൾ പറയുന്ന രാഹുൽ ഈശ്വറിന്റെ നിലപാട് ശരിയോ? അതിന് ജനങ്ങൾ നൽകിയ പ്രതികരണം: 1.5 ലക്ഷം ആളുകൾ വോട്ട് ചെയ്തപ്പോൾ 29% ആളുകൾ രാഹുലിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. 21% ആളുകളാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം. 21% ആളുകളാണ് ഹണി റോസിന് സപ്പോർട്ട് ചെയ്യുന്നത്. കൊണ്ടും തീർന്നില്ല, ഒരു കടമ്പ് കൂടി കടന്നു. രാഹുൽ ഈശ്വറിനെ അടക്കം അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഹണി മുന്നോട്ട് വരുന്നു. അവിടെ ന്യൂസ് കേരള ഒരു പോൾ ഇടുന്നു. ആ പോൾ ഇതാണ്: രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണോ? 21% ആളുകൾ പറയുന്നു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണ്ട. 22% ആളുകളാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓർക്കുക, ഹണി റോസ് ഒരു വലിയ സെലിബ്രിറ്റിയാണ്. 24 വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സെലിബ്രിറ്റി, ഒരു പ്രമുഖ നടിയാണ്. ആ പ്രമുഖ നടിക്ക് കിട്ടുന്ന ഈ വിഷയത്തിൽ ഇതൊരു സ്ത്രീകളെ അറ്റാക്ക് ചെയ്ത വലിയൊരു വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ ഒരു സെലിബ്രിറ്റിയായ ഇത്രയും അധികം ആരാധ വൃന്ദങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഹണി റോസിന്റെ ഉദ്ഘാടനം കാണാൻ ഓടിക്കൂടുന്ന ആളുകളെ നമുക്കറിയാം. അത്തരം ഒരാൾക്ക് കിട്ടുന്ന സപ്പോർട്ട്, അതായത് ഇവിടെ സർവ്വ മാപ്രകളും ബാധിക്കുന്നു. ഹണി റോസിന്റെ ഭാഗത്താണ് ന്യായം. ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്ന മാപ്രകളടക്കം, ഹണി റോസിന്റെ ആരാധകരടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ട് ന്യൂസ് 18 ഈ പോളിംഗിൽ 22% ഹണി റോസിന് സപ്പോർട്ട്. ഇനിയെങ്കിലും ഊളകളായ മാപ്രകളെ നിങ്ങൾ ഒന്ന് കണ്ണു തുറന്ന് കാണുക. ഇനി ഇതിനൊരു എതിർപക്ഷമുണ്ട്. ഇന്നലെ പറഞ്ഞ കണക്ക്, അതായത് ഈ അടിക്കുന്ന ആളുകളെല്ലാം ഫിജി കാട്ടിന്റെ അല്ലെങ്കിൽ ബോച്ചയുടെ ആരാധകരാണെന്ന് പറയുന്ന ആളുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞ അതേ ഒരു മെത്തേഡ് നോക്കിയാൽ മതി. ഈ പോളിംഗിന്റെ താഴെയെല്ലാം കമന്റുകൾ വന്നിട്ടുണ്ട്. ആ കമന്റിൽ ക്ലിക്ക് ചെയ്ത് ആ കമന്റ് അടിച്ചവരുടെ പ്രീവിയസ് കമന്റുകളൊന്ന് നോക്കുക. ഇവരാരെങ്കിലും ബോച്ചയെ പറ്റിയോ അല്ലെങ്കിൽ ബോച്ചയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് എവിടെങ്കിലും ഒരു കമന്റ് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതിലേറെ എനിക്ക് സന്തോഷം തോന്നിയ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മുടെ മറുനാടൻ മലയാളി വലിയ രീതിയിൽ ബോബി ചെമ്മന്നൂരിനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ വാർത്താ അവതരണ രീതി, നമ്മളെ ഇരുത്തി വാർത്ത കാണിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഠവും അത് ഇല്ലെന്ന് പറഞ്ഞുകൂടാ. എന്നാൽ ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഈ പറഞ്ഞ മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഒരേ കണ്ണിൽ കണ്ടുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് വർഗീയവാദികൾ ഉണ്ടെന്ന് കരുതി നമ്മുടെ നാട്ടിലുള്ള സകല മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്ന് മുദ്രകുത്തി അവരെ സമൂഹത്തിനിടയിൽ പിച്ചു ചീന്താനിട്ട് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു രീതിയോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ തോന്നിയിട്ടില്ല. ഏറ്റവും മോശമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം രാഹുലിനെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കും സ്ത്രീകൾക്കും അയ്യപ്പനും അടക്കം ഒരു അഭിമാനമാണ് രാഹുലിന് വീഡിയോ ചെയ്തപ്പോൾ 52,000 പേരാണ് അതിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ വളരെ എൻഗേജ് ആവുന്ന ഒരു വീഡിയോ ആയിട്ട് കൂടി 52,000 പേരാണ് ഒരു വിഷയം കണ്ടത്. അതിൽ വന്നിട്ടുള്ള എല്ലാ കമന്റുകളും അദ്ദേഹത്തിനെതിരായിരുന്നു. സ്ഥിരമായി അദ്ദേഹത്തിന്റെ വീഡിയോസിൽ സപ്പോർട്ട് കമന്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും അദ്ദേഹത്തിനെതിരായി ഈ വിഷയത്തിൽ കമന്റ് ചെയ്തിരിക്കുന്നു. ആ വീഡിയോയുടെ ഒരു റിസൾട്ട് കണ്ടപ്പോൾ, ജനങ്ങളുടെ പ്രതികരണം കണ്ടപ്പോൾ, ഈ പറഞ്ഞ മാപ്രകൾക്ക് നേരം വെളുത്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് കുറച്ച് നേരം വെളുത്തു. അദ്ദേഹം ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ ഒരു സംഗ്രഹം ഇതാണ്: രാഹുൽ ഈശ്വർ കേസ് പിന്തുണ നഷ്ടപ്പെട്ട് ഹണി റോസ്. രാഹുലിനെതിരെ കേസ് കൊടുത്തത് ഹണി റോസിന് തന്നെ വിനയായി. ആദ്യ ദിവസങ്ങളിലൊക്കെ ബോച്ചയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ മറന്നുപോയി. അതങ്ങനെ തന്നെയാണ്. ഏത് പ്രമുഖനായ മനുഷ്യനാണെങ്കിലും അവർ മരിക്കുമ്പോൾ വരെ ഓളമുള്ളൂ. മരിച്ചു കഴിയുമ്പോൾ പിന്നെ മറന്നുപോകും. ബോബി ചെമ്മണ്ണൂർ ജയിലിൽ ആകുന്ന സമയത്ത് അത് വാർത്തയായിരുന്നു, ഓളമായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ജയിലിലായി കഴിഞ്ഞപ്പോൾ ഏതൊരു സാധാരണ തടവുകാരനെയും പോലെ ബോബി ജയിൽ ഭക്ഷണം കഴിച്ച് ജയിലിന്റെ തറയിൽ കിടന്നുറങ്ങി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ വാർത്തയില്ലാതാകും. ബോബി ചെമ്മണ്ണൂർ അകത്ത് കഴിയുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ജീവനക്കാരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ബോച്ചെ 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 എന്ന് പറഞ്ഞൊരു റീൽസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ജീവനക്കാരുണ്ട്, ഒരുപാട് ഏജന്റുമാരുണ്ട്. അവർ സ്വാഭാവികമായി അത് ഇറക്കണം. അങ്ങനെ പോകുന്നു. ബോബി ചെമ്മണ്ണൂരിനോട് അന്യായമായി പോയി കാട്ടിയത് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുമുണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂർ ചെയ്തത് കുറ്റകൃത്യം തന്നെയാണ്. ഒരു സംഭവം മാത്രമല്ല, തുടർച്ചയായി അവഹേളിക്കുകയായിരുന്നു. അതൊരു ബോബി ചെമ്മണ്ണൂർ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനേക്കാൾ മോശമായി സ്ത്രീകളോട് പെരുമാറിയിട്ടുള്ള CPM നേതാക്കൾ വിജയരാഘവനടക്കം MM മണി അടക്കമുള്ളവർ ഒരിക്കൽ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ കള്ളന്മാരും പിടിച്ചുപറിക്കാരും കൊലപാതകികളുമൊക്കെ സുഖമായി ജീവിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ മാത്രം ശിക്ഷിക്കപ്പെടുന്നത് ഉചിതമാണോ എന്ന ചോദ്യം ന്യായമായി പല സാമൂഹിക മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതായത് രാഹുൽ ഈശ്വറിനെ വിമർശിച്ചുകൊണ്ട് മറുനാടൻ ചെയ്ത വീഡിയോ കണ്ടത് 52,000 പേരാണ്. ഈ വീഡിയോ കണ്ടിരിക്കുന്നത് 5.5 ലക്ഷം പേരാണ്. 2,900 പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 99.9% കമന്റുകളും രാഹുലിനും ബോച്ചയ്ക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഏറ്റവും അധികം ബോച്ച വിരോധിയായ മറുനാടൻ മലയാളി ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ഒരു വിഷയത്തിൽ ഞാൻ ഹണി റോസിനെ വിളിച്ചിരുന്നു. അതായത് ഹണി റോസുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് സെറിയ. ഹണി റോസിനെ താൻ വിളിച്ചിരുന്നു. ഹണി റോസിനോട് പറഞ്ഞിരിക്കുന്നു, തനിക്ക് ഇത് തട്ടുകേടാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇത് വിലങ്ങ് തടിയാവും. ആദ്യമൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ഹണിക്ക് കിട്ടിയിരുന്നു.
എന്നാൽ പൊടുന്നനെ ഹണി തലകുത്തി വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് മാത്രമല്ല, രാഹുൽ ഈശ്വറിന്റെ നിലപാട് ഹണി റോസ് സൃഷ്ടിച്ചെടുത്ത സാമൂഹ്യ അന്തരീക്ഷത്തിന് ദോഷമുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹണി റോസ് ആണ് എന്നതൊരു പ്രധാന ഘടകമായി മാറി. ഹണി റോസിന്റെ വസ്ത്രധാരണവും ഹണി റോസിന്റെ വരുമാന മാർഗവും ഇക്കാലത്തും വിവാദമാണ്. അതുകൊണ്ട് തന്നെ ഹണി റോസിനോട് വിയോജിപ്പുള്ള സദാചാരവാദികൾ ഏറെയാണ്. ഈ സദാചാരവാദികളെല്ലാം ബോബി ചെമ്മണ്ണൂരിന് കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് വൃത്തികെട്ട തമാശയാണ് എന്നത് അംഗീകരിക്കുമ്പോഴും ഈ ബോബി ചെമ്മണ്ണൂരിനും രാഹുൽ ഈശ്വറിനും വലിയ പിന്തുണ ഉണ്ടായിരുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. രാഹുൽ ഈശ്വറിനോട് നമുക്ക് വിയോജിക്കാം, അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണെന്ന് പറയാം. പക്ഷെ രാഹുൽ ഈശ്വർ വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്ന് പറയുന്നത് എങ്ങനെ യോജിക്കാൻ കഴിയും? എനിക്ക് യോജിപ്പില്ല. ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കാൻ കാരണം അദ്ദേഹം വളരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു. ഒന്നിലധികം തവണ പിന്തുടർന്ന് നടന്ന് ആക്ഷേപിക്കാൻ ശ്രമിച്ചു. ഏത് സ്ത്രീകളോടും അയാൾ മോശമായി പെരുമാറുന്നു. സ്ത്രീകളെ അയാൾ വെറും ചരക്കായി കണ്ടുകൊണ്ട് അത്തരത്തിൽ സമീപനമെടുക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ തടയിടേണ്ടത് ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ രാമപിള്ള അത് സമ്മതിച്ചു, ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചു, ഹണി റോസിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തത് ഉചിതമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഞാൻ ഇക്കാര്യത്തിൽ ഹണി റോസിനൊപ്പമല്ല. എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഹണി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ ഹണിയുടെ വസ്ത്രധാരണത്തെ വിമർശിക്കരുതേ എന്ന് ഭരണഘടനയിൽ ഒരിടത്തുമില്ല. ഹണിക്ക് എന്ത് ധരിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ വസ്ത്രധാരണത്തെ വിമർശിക്കാൻ മറ്റുള്ളവർക്കും അവകാശമുണ്ട്. രാഹുൽ ഈശ്വർ അതാണ് ചെയ്യുന്നത്. നമ്മൾ അതിനോട് വിയോജിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ സങ്കല്പമല്ല എനിക്കുള്ളത്. പക്ഷേ രാഹുൽ ഈശ്വർ ഭരണഘടനാദത്തമായ തന്റെ അവകാശം വിനിയോഗിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ആ അഭിപ്രായ പ്രകടനം ഹണി റോസിനെതിരായ അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നതുകൊണ്ട് മാത്രം പോലീസിന് കേസെടുക്കാൻ കഴിയുന്ന ഒരു ക്രൈം അവിടെയില്ല. പോലീസിന് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില ക്രൈം ഉണ്ടാവണം. വേണമെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്ത് തൊഴിൽ നഷ്ടമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്നല്ലാതെ അതൊന്നും കോടതിയിൽ രേഖാമൂലം ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഇപ്പോൾ പുതിയൊരു നിയമമാണ്, തെളിവ് നിയമം അനുസരിച്ച് തെളിയിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് കൊടുത്ത പരാതിയും അതിലുണ്ടായ നടപടിയും ഉണ്ടാക്കിയ ഒരു അനുകൂല സാഹചര്യവും ഇതോടെ നഷ്ടപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് കുറച്ചൊന്ന് നേരം വെളുത്തു എന്നുള്ളതാണ് വാസ്തവം. അത് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ ആ റിസൾട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 5 ലക്ഷത്തിലധികം ആളുകൾ കണ്ടപ്പോൾ തീർച്ചയായും 1600 പേരാണ് ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുന്നത്. ഈശ്വറിനെ വിമർശിച്ച് ചെയ്ത വീഡിയോസിന് കാണാൻ കാഴ്ചക്കാരില്ലെന്ന് മാത്രമല്ല വീഡിയോയ്ക്ക് ലൈക്കും വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസ് തന്റെ സ്വന്തം കുഴി തോണ്ടി എന്നുള്ളതാണ് വാസ്തവം. വിഡ്ഢികളായ മാപ്രകളുടെ അഭിപ്രായം കേട്ട് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച വലിയൊരു ഗൂഢസംഘത്തിന്റെ ഇടയിൽ പോയി ഹണി റോസ് പെട്ടുപോയി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിൽ ഈ രീതിയിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ പിടിക്കുകയും ഉള്ളിലിടുകയും ഈ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്തത്. സംശയമില്ലാത്ത കാര്യമാണ്. കാരണം സമാന രീതിയിലുള്ള ഒരു കേസിലും ഇതേ രീതിയിലുള്ള ഒരു അന്വേഷണമോ അറസ്റ്റോ നമ്മൾ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി, നോക്കിലോ വാക്കിലോ സ്ത്രീകളോടോ തെറ്റായ രീതി പാടില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ ഒരു സ്റ്റേറ്റ്മെന്റിന് അടിയിൽ വന്ന കമന്റുകളാണ് ഏറ്റവും രസകരം. 99.9 അല്ല 100% കമന്റുകളും വളരെ മോശമായിട്ടാണ്. മുഖ്യമന്ത്രി പരിഹസിക്കുന്ന രീതിയിലുള്ള, അവഹേളിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാഗിയായ എനിക്ക് പോലും അത് കണ്ടിട്ട് സന്തോഷം തോന്നി. അതിലൊരു പ്രധാനപ്പെട്ട കമന്റ് ഞാൻ വായിക്കാം. ചെയ്തു കാണിക്കൂ വിജയ, എന്നിട്ട് ഡയലോഗ് അടിക്കൂ. MM മണി, മുകേഷ് ഗണേഷ്, G സുധാകരൻ, VS അച്യുതാനന്ദൻ, PMR ഷോ. ഇത് സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറിയ വളരെ കുറച്ചു പേർ. ഇവർക്ക് ആർക്കെതിരെ എപ്പോഴാണ് നടപടിയെടുത്തത്? ആദ്യം സ്വന്തം പാർട്ടിയിൽപ്പെട്ട അവർ ചെയ്യുന്ന തെറ്റിനെ കർശന നടപടിയെടുക്കുക, എന്നിട്ട് മതി ബാക്കി ഉണ്ടാക്കൽ. വളരെ ശ്രദ്ധേയമായ ഒരു കമന്റാണ്. ഈ ഒരു അഭിപ്രായം പങ്കുവച്ച മുഖ്യമന്ത്രിയുടെ ധൈര്യം സമ്മതിക്കാതെ വയ്യ. ഒരു വെർബൽ അബ്യൂസിന്റെ പേരിൽ ഒരു വ്യവസായി പണം കൂടിപ്പോയി എന്നുള്ള പേരിൽ പിടിച്ച് അകത്തിടുമ്പോൾ സ്വന്തം പാർട്ടിയിലടക്കം, നമ്മുടെ സമൂഹത്തിലടക്കം, സിനിമാ മേഖലയിലടക്കം, ഹെമ കമ്മിറ്റി ഒക്കെ പുറത്തു വന്നപ്പോൾ സിനിമാ മേഖലയിലുള്ള ഞരമ്പ് രോഗികളെ വളരെ വ്യക്തമായി കണ്ടതാണ്. ഹണി റോസിന് ആദ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഈ ഞരമ്പ് രോഗികളാണ്. അവരൊന്നും ദ്വയാർത്ഥ പ്രയോഗം അല്ല നടത്തുന്നത്, നേരിട്ടുള്ള അറ്റാക്കാണ്. സോ അത്തരം ആളുകളെയൊന്നും ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അതുപോലെ തന്നെ ജനങ്ങൾ ചോദിക്കുന്ന പോലെ സ്വന്തം പാർട്ടിയിലുള്ള ഇതിലും മോശമായ കാര്യങ്ങൾ ചെയ്ത ആളുകളെ യാതൊരു രീതിയിലും ശിക്ഷിക്കാതെ ഈ ഒരു വ്യവസായിയെ ഈ രീതിയിൽ ശിക്ഷിക്കാൻ എടുത്തതിൽ അസ്വാഭാവികതയില്ലേ? തീർച്ചയായും അതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും ജനങ്ങളുടെ കോടതിയിൽ. അതുപോലെ തന്നെ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു വിഷയത്തിലൂടെ ഏറ്റവും അധികം ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഹണി റോസ് തന്നെയാണ്. ഹണി റോസ് എന്ന് പറയുന്ന നടിയുടെ കരിയറിൽ, അല്ലെങ്കിൽ അവരുടെ ഉദ്ഘാടന കരിയറിൽ തിരശ്ശീല വീണുവെന്ന് നിസ്സംശയം പറയാം. ആ കാഴ്ച തീർച്ചയായും വരും ദിവസങ്ങളിൽ എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക.